ഓർഡിനറി എന്നെഴുതിയ എല്ലാ ബസ്സിലും കയറാം, ലിമിറ്റഡ് സ്റ്റോപ്പാണെങ്കിലും. സിറ്റി ഫാസ്റ്റ് പറ്റില്ല, ഫാസ്റ്റ് എന്ന് എഴുതിയ പറ്റില്ല. അത് ക്ലാരിഫിക്കേഷൻ തരാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇതാണ് തീരുമാനം. അല്ലാതെ എല്ലാ സ്ഥലത്തു നിന്ന് വണ്ടികൾ ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. അത് ഏത് ഡിപ്പോയിലെ വണ്ടിയാണെന്നുള്ളത് യാത്രക്കാർ നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഈ സംവരണ തത്വങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടും. ഒപ്പം തന്നെ 95 പേർ 100 പേരെ എടുക്കുമ്പോൾ അതിൽ 95 പേരെ PSC നിന്ന് എടുക്കുന്നതാണ്. ബാക്കി 5 പേരെ മാത്രമേ ആശ്രിത നിയമനം നടത്താൻ പറ്റൂ. പക്ഷേ KSRTC ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് സാധാരണ CPO-നെ പോലെ ഒരാൾ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പിൻവാതിൽ നിയമത്തിനെതിരെ പരസ്യമായി പല നിലപാടെടുത്ത ഒരാൾ. ആശ്രിത നിയമനം പിൻവാതിൽ നിയമനമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരാള് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ് തീപിടിച്ചു, ആ ഡ്രൈവർക്ക് വേണമെങ്കിൽ ചെറിയ വാതിലിൽ കൂടെ ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അയാൾ യാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം മരിച്ചുപോയി, ബന്ധു മരിച്ചു, അപ്പം അയാളുടെ കുട്ടിക്ക് കൊടുക്കും. യെസ്. ഇപ്പോൾ നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യും. യെസ്. ആ ക്വസ്റ്റ്യൻ അവിടെ അവസാനിച്ചു. ഞാൻ പരിശോധിച്ചിട്ടില്ല. അത് KSRTC അല്ലാതെ നമുക്ക് ആലോചിക്കാം. ഇപ്പം അതിനെ ആൻസർ ചെയ്യണ്ട, ഞാൻ പറയാം. ഞാൻ എടുത്ത തീരുമാനങ്ങളല്ലേ അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. പടൻ ഇപ്പോൾ ഉള്ളതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ നമ്പറിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൽ കാര്യം എന്താ ഉള്ളത്? ആ സമയത്തൊരു പത്രസമ്മേളനം വയ്ക്കുന്നതാണ്. No, it is not concerned. It is not our program. Right? Pardon? എന്താ അവിടെ ചോദിച്ചു? കേട്ടില്ലല്ലോ. എൻ്റെ ഡെസ്കിൽ വരട്ടെ, അപ്പം പറയാം. ഇപ്പം ഞാൻ ഇവിടെ വരെ വന്നിട്ടില്ല. അല്ല, അത് CMDയുടെ ഇത് എൻ്റെ പത്രസമ്മേളനമാണല്ലോ, അദ്ദേഹത്തോട് ചോദിക്കണ്ട കേട്ടോ. ഇപ്പം മിനിസ്റ്ററല്ലേ സപ്പോർട്ട്? ഇല്ല, ദേ ആർ അസിസ്റ്റിംഗ് മീ. അല്ല, അതൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം. നിങ്ങളുടെയൊക്കെ സജഷൻസ് വെൽക്കം ചെയ്യണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൊറിയർ സർവീസ് ഒന്നാണ്. അതുപോലെ തന്നെ ചില RTCകളിൽ എനിക്ക് വ്യക്തമല്ല, ഗുഡ് സർവീസ് ഉണ്ടെന്ന് പറയുന്നു. കൊറിയറല്ല, ശരിക്കുള്ള ഗുഡ്സ് തന്നെ ചെയ്യുന്നുണ്ട്. ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞത്, ഇപ്പോൾ വിഴിഞ്ഞം വന്നിരിക്കുകയാണല്ലോ, ഇപ്പോൾ ലോജിസ്റ്റിക്സ് തുടങ്ങിക്കൂടെ എന്നൊരു സജഷൻ ചോദിച്ചു. ഇതൊന്നും തീരുമാനമല്ല. അപ്പം അങ്ങനെ നമുക്ക് ഇതുവരെ പരിചയമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഒരു KSRTC കേന്ദ്രത്തിൻ്റെ ഏറ്റവും അടുത്താണല്ലോ പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ലോജിസ്റ്റിക്സ് തുടങ്ങിയാൽ അത് PPP മോഡിൽ ആടുകളുണ്ട്. അങ്ങനെ നമ്പർ ഓഫ് സജഷൻസ് വരുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു തീരുമാനം വന്നതോടുകൂടി KSRTC എന്നുള്ളത് KSRTCയിൽ യാത്ര ചെയ്യുന്നവരുടെ മാത്രം ഒരു കാര്യമായി ഇരുന്ന സ്ഥാനത്ത് നിന്ന് കേരള ജനതയുടെ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി. അപ്പോൾ അത് പൊതുഗതാഗതത്തെ ആകെ നമ്മൾ ആ രീതിയിൽ